Hello students, welcome to a new episode of HS Bio Guide. 9th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റത്തെ ബയോളജിയുടെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവൽ പ്രക്രിയകളിലേക്ക് ടു ലൈഫ് പ്രോസസ്സ്. അതിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ബയോമോളിക്യൂൾ എന്നുള്ളതാണ്. വാട്ട് ഈസ് ബയോമോളിക്യൂൾ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് ഇവയൊക്കെ എന്താണ് നമ്മളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. എന്തിൻ്റെ? ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഇവയാണ് എന്ത് പറയുക? ബയോമോളിക്യൂളുകൾ എന്ന് പറയുക. എന്താണ് ബയോമോളിക്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ്. ദീസ് ആർ നോൺ ആസ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസിനെ നമ്മിങ്ങനെ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടില്ലേ? അതിൽ തന്നെ അവർക്ക് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വയ്ക്കണം. ആദ്യം തന്നെ കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിളാണ് ആരൊക്കെ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഇവയൊക്കെ ആർക്ക് എക്സാമ്പിളാണ്? കാർബോഹൈഡ്രേറ്റുകൾക്ക് എക്സാമ്പിളാണ്. സ്റ്റാർച്ചിനെ നമ്മൾ മലയാളത്തിൽ പറയാവുന്നതാണ് അന്നജം എന്നാണ്. ബാക്കി എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. നെക്സ്റ്റ് ലിപ്പിഡിൽ രണ്ടാൾക്കാരാണുള്ളത്. ആരൊക്കെയാണ്? ഫാറ്റ്സും ഓയിൽസും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊഴുപ്പുകളും എണ്ണകളും. ഇവർ രണ്ടുപേരുമാണ് ആര്? ബയോമോളിക്യൂളിലെ ലിപ്പിഡിൽ വരുന്ന എക്സാമ്പിൾസ് പറയാം. ദെൻ നെക്സ്റ്റ് ഉള്ളത് ആരാണ്? പ്രോട്ടീൻസ് ആരൊക്കെയാണ് മക്കളെ? ഹോർമോൺസ്, ആൻറ്റിബോഡീസ്, പിന്നെ എൻസൈംസ് ഇവയൊക്കെയാണ് പ്രോട്ടീൻസിന് എക്സാമ്പിൾസ്. ദെൻ ലാസ്റ്റ് ന്യൂക്ലിക് ആസിഡ്സിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ DNA-യും RNA-യും. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മെറ്റാബോളിസം. എന്താണ് മെറ്റാബോളിസം? അടുത്തതാണ് മെറ്റാബോളിസം ഈ ചാപ്റ്ററിലത്തെ ഒരിത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. മെറ്റാബോളിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ആരുണ്ടാവുക? ജീവലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഒരു ജീവിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള രാസപ്രവർത്തനത്തെയാണെന്ന് പറയുക മെറ്റാബോളിസം എന്ന് പറയാം. എന്താണ് മെറ്റാബോളിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ all life cells are manifested by the actions of biomolecules and many other chemical factors inside the cell. All such chemical reactions together take place in an organism are called metabolism. അങ്ങനെ ഡിവൈഡഡ് ഇൻറ്റു 2 രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. എന്തൊക്കെയായിട്ടാണ്? അനാബോളിസും കെറ്റാബോളിസും. അനാബോളിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നു. എന്താണ്? കമ്പൈൻഡ് മോളിക്യൂൾസ്. ആൻഡ് കെറ്റാബോളിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യും, എന്നിട്ട് വിഘടിപ്പിക്കും. ആരെ? തന്മാത്രകളെ വിഘടിപ്പിക്കും. ഇതാണ് മെറ്റാബോളിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി മെറ്റാബോളിസത്തെ സഹായിക്കാനും നിയന്ത്രിക്കാനും എൻസൈമുകളും ഹോർമോണുകളും കോശത്തിനുള്ളിൽ നിർമ്മിച്ചിട്ടുണ്ട്. ബയോമോളിക്യൂൾസ് സച്ച് ആസ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ് ആർ ഓൾസോ ഫോംഡ് ഇൻസൈഡ് ദ സെൽ ടു റെഗുലേറ്റ് ആൻഡ് ഹെൽപ്പ് മെറ്റാബോളിസം. എന്താണ്? ഹെൽപ്പ് ചെയ്യാനായിട്ട് മെറ്റാബോളിസത്തിന് ആരൊക്കെയാണുള്ളത്? എൻസൈംസും ഹോർമോൺസും ഉണ്ട്. എവിടെ? കോശത്തിനുള്ളിൽ. ഇനി നെക്സ്റ്റ് നമുക്കുള്ള ടോപ്പിക്കാണ് എന്താണ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ് എന്നുള്ളത്. എൻസൈംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിട്ടാണ്? ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രയാണെന്ന് പറയുക എൻസൈമുകൾ എന്ന് പറയുക. എന്താണ്? ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളെ, എന്താണ്, നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയുള്ള രാസപ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടാനായിട്ട് സഹായിക്കുന്ന തന്മാത്ര എന്ന് പറയുക എൻസൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എക്സാമ്പിൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉമിനീരിലെ സലൈവറി അമിലോസ്, ആമാശയത്തിലെ പെപ്സിൻ. ഇത് രണ്ടൊരു എക്സാമ്പിളാണ്, എൻസൈമുകൾക്ക് എക്സാമ്പിളാണ്. എൻസൈംസ് ആർ മോളിക്യൂൾസ് വിച്ച് ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ടു കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻസ്. എന്തിനാണ്? കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? എൻസൈംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ആൻ ഓർഗാനിസം എവറി മൊമെൻറ്റ്. എക്സാമ്പിൾ സലൈവറി അമിലേസ് പ്രസൻസ് ഇൻ സലൈവ ആൻഡ് പെപ്സിൻ പ്രസൻസ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമാശയരസം. ഓക്കെ. ഇനി നെക്സ്റ്റ് ഉള്ളത് നമുക്ക് ഹോർമോൺസ്. എന്താണ് ഹോർമോൺസ് നോക്കാം. ഹോർമോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളെയാണ് എന്ത് പറയുക? ഹോർമോണുകൾ എന്ന് പറയുക. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയുക ഹോർമോണുകൾ എന്ന് പറയുക. ഇവയെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുക.
എക്സാമ്പിൾ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. എന്താണ് ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനും പ്രൊജസ്ട്രോണൊക്കെ? നമ്മളുടെ ഫങ്ഷൻസ് ഓഫ് സെക്സ് ഓർഗൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഇവരൊക്കെ ലൈംഗികാവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഹോർമോൺസ് ആർ chemical molecules that regulate and coordinate biological process. These are produced by various endocrine glands. Example, testosterone, estrogen, progesterone that control the function of sex organs. നെക്സ്റ്റ് നോക്കാനുള്ളത് ഹോമോസ്റ്റാസിസ് അല്ലെങ്കിൽ സമസ്ഥിതി പാലനം. എന്താണ് സമസ്ഥിതി പാലനം? ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായിട്ട് നിലനിർത്തുന്നതിനാണ് എന്ത് പറയുക? സമസ്ഥിതി പാലനം എന്ന് പറയുക. ദെൻ കീപ്പിംഗ് ദി കമ്പോസിഷൻ ഓഫ് ദി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഹോമോസ്റ്റാസിസ്. നെക്സ്റ്റ്, ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ കോശത്തിനുള്ളിൽ എത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അമീബയിൽ, അതായത് ഏകകോശ ജീവിയാണല്ലോ അമീബയിൽ എങ്ങനെയാണ് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏകകോശ ജീവികളിൽ നിന്ന് ബാഹ്യ പരിസരത്ത് നിന്ന് പദാർത്ഥങ്ങൾ എന്ത് ചെയ്യും? കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അതേപോലെ തന്നെ ഇനി ആനിമൽസിൻ്റെ കേസസിൽ, അതായത് ജന്തുക്കളുടെ കേസസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ കുറച്ച് മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ട് കോശങ്ങൾക്കിടയിലെ ദ്രവ്യത്തിലേക്ക് എത്തിക്കും. അവിടെ നിന്നും കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി സസ്യങ്ങൾ ആണെങ്കിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ സ്വീകരിക്കുന്നത് പല പല മാർഗങ്ങളിൽ കൂടിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റത്തത് കോശഭിത്തി കൂടി കോശങ്ങൾക്കിടയിലൂടെയുള്ള സ്ഥലത്ത് കൂടെ വരും. പിന്നെ രണ്ടാമത്തത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മാറ്റ എന്ന് വെച്ചിട്ടുള്ള ഒരു കോശദ്രവ്യ പാതകളിലൂടെ വരും. ദെൻ ലാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്ഥലത്തിലൂടെ വരും. ഇൻ ഇംഗ്ലീഷ് മീഡിയംകാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ സബ്സ്റ്റൻസസ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഗെറ്റ് ഇൻസൈഡ് ദി സെൽ. അമീബ, അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസംസിൻ്റെ കേസസിൽ സബ്സ്റ്റൻസസ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് എൻ്റർ ചെയ്യുന്നത് സൈറ്റോപ്ലാസം ത്രൂ ദി സെൽ മെംബ്രെയിനിലാണ്. സൈറ്റോപ്ലാസം വഴിയാണ് സെൽ മെംബ്രെയിനിലേക്ക് വരിക. ദെൻ ആനിമൽസിൻ്റെ കേസസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റൻസസ് റിസീവ്ഡ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് undergo certain changes and reach the extracellular fluid. From there, it enters the cytoplasm through the cell membrane. എങ്ങനെയാണ് വരിക? സബ്സ്റ്റൻസസ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് വന്നിട്ട് കുറച്ച് ചേഞ്ചസ്, മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ടാണ് അവർ കോശസ്തരത്തിലെ ദ്രവ്യത്തിലേക്ക്, അതായത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് റീച്ച് ചെയ്യുക. ഇനി പ്ലാന്റ്സിൻ്റെ കേസസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് സബ്സ്റ്റൻസസ് എൻ്റർ ദ സൈറ്റോപ്ലാസം ത്രൂ വേരിയസ് മീൻസ്. എങ്ങനെയൊക്കെയാണ്? ത്രൂ ദ സെൽ വാൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്, ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ കോൾഡ് പ്ലാസ്മോഡെസ്മാറ്റ ദാറ്റ് കണക്ട് അഡ്ജസൻറ്റ് സെൽസ് ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. പദാർത്ഥ വിനിമയം എങ്ങനെയാണ് കോശസ്ഥലത്തിൽ കൂടെ നടക്കാൻ നോക്കുക? എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ ത്രൂ സെൽ മെംബ്രെയിൻ. പ്ലാസ്മ സ്ഥലത്തിൽ കൂടെയുള്ള ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. പ്ലാസ്മ സ്ഥലത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. അതായത് ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓൺലി certain molecules can pass through the plasma membrane. എന്നാൽ certain substances and ions can pass only special channels or pores present in plasma membrane. പ്ലാസ്മ മെംബ്രെയിനിലെ ചില സുഷിരങ്ങളിലൂടെയും ചാനലിൽ കൂടെ മാത്രമേ ചില പദാർത്ഥങ്ങൾക്കും അയണുകൾക്കും പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് പദാർത്ഥ വിനിമയം കോശസ്തരത്തിൽ കൂടെ നടക്കുക. നെക്സ്റ്റ്, ഓസ്മോസിസ്. എന്താണ് ഓസ്മോസിസ്? അതായത് ജലതന്മാത്രകൾ അവിടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് എന്ന് പറയാം. Osmosis is the movement of water molecule from a region of its higher concentration to a region of its lower concentration through a semi-permeable membrane. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും എന്നുള്ളതാണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിട്ടാണ്?
പ്ലാസ്മ സ്ഥലത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്തോടെ ഊർജ്ജം ആവശ്യമില്ലാണ്ട് നടക്കുന്ന പ്രക്രിയനെയാണ് എന്ത് പറയുക? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, എ പ്രോസസ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി ആൻഡ് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് certain പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്തിട്ടാണ്? പ്ലാസ്മ സ്ഥലത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ ഊർജ്ജം ആവശ്യമുള്ള പ്രക്രിയനെയാണ് എന്ത് പറയുക? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. നേരത്തെ നമ്മളെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ നമുക്ക് ഊർജ്ജം ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇവിടെ ഊർജ്ജം ആവശ്യമുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഊർജ്ജം ആവശ്യമുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആൻഡ് എനർജി റിക്വയർഡ് പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് with the help of certain carrier proteins in the plasma membrane. നെക്സ്റ്റ്, സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ്, പോഷകങ്ങളുടെ ഉറവിടം. നമുക്ക് കിട്ടുന്ന ഈ പോഷകങ്ങൾ, ന്യൂട്രിയൻസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണിത്. സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം ഉണ്ടാക്കുക? പ്രകാശ സംശ്ലേഷണം വഴി. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വേണം? നമുക്ക് ക്ലോറോഫില്ല് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, സൺലൈറ്റ് വേണം, ജലം വേണം, ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മളുടെ ഇതിൽ പറയുന്നത്. എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണെന്ത്? പ്രകാശ സംശ്ലേഷണം. ഫോട്ടോസിന്തസിസ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്ക് ഫുഡ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കോമ്പണൻസ് റിക്വയർ ചെയ്യുന്നത് എന്താണ്? ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ക്ലോറോഫില്ല്, കാർബൺ ഡൈ ഓക്സൈഡ്, CO2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്, സൺലൈറ്റ് അതായത് സൂര്യപ്രകാശം, ജലം അഥവാ വാട്ടർ. അടുത്തതാണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ. എങ്ങനെയാണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ? ഫസ്റ്റ് ഉള്ളത് എപ്പിഡെർമൽ സെൽസ്. എപ്പിഡെർമൽ സെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിട്ടാണ്? ഉപരിവൃതി കോശങ്ങൾ. അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള കാണപ്പെടുന്നതാണെന്ത്? മീസോഫിൽ സെൽസ് അല്ലെങ്കിൽ മീസോഫിൽ കോശങ്ങൾ. താഴെ കാണുന്ന ആ ഗ്യാപ്പില്ലേ, അവിടെ കാണുന്നതാണ് സ്റ്റൊമാറ്റ. ഇത് ആരുടെയാണ് ഈ സ്ട്രക്ചർ കാണിച്ചിരിക്കുന്നത്? ഒരു ലീഫിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലീഫിൽ നിന്നുള്ള കട്ട് പീസാണ്, മൈക്രോസ്കോപ്പ് വ്യൂ ആണിത്. ഇനി അതിനൊന്നും കൂടെ നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നതാണെന്ത്? ക്ലോറോപ്ലാസ്റ്റിന്. എങ്ങനെയാണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ബാഹ്യസ്തരം? ഔട്ടർ മെംബ്രെയിൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൈലക്കോയിഡ് എന്ന് പറഞ്ഞൊരു സ്തരസഞ്ചി കാണിച്ചിട്ടുണ്ട്. ആന്തര സ്തരം കാണിച്ചിട്ടുണ്ട്. സ്ട്രോമ ദ്രാവക ഭാഗം, സ്ട്രോമ ലാമല്ല, ഗ്രാന തൈലക്കോയിലുകളുടെ അടക്കാണ് ക്ലോറോഫില്ലിലാണ് കാണപ്പെടുന്നത്. മെംബ്രെയിൻ സാക്ക് കോൾഡ് തൈലക്കോയിഡ്സ് എന്നാണ്. തൈലക്കോയിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെംബ്രെയിൻ സാക്കാണ്. ഒരു സ്ഥലസഞ്ചിനെയാണ് എന്ത് പറയാം? തൈലക്കോയിഡ്സ് എന്ന് പറയാം. ഗ്രാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാക്സ് ഓഫ് തൈലക്കോയിഡ്സ് ക്ലോറോഫിൽ ഈസ് സീൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ ഫോട്ടോസിന്തസിസിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. എന്തൊക്കെയായിട്ട്? പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. പ്രകാശഘട്ടം എവിടെ വെച്ചാണ് നടക്കുന്നത്? പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത്. നമുക്ക് ഗ്രാനയിലത്തെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത്. അതിന് പ്രകാശം വേണം. ജലവും വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. എങ്ങനെയാണ് ഹൈഡ്രജൻ ഓക്സിജൻ ആവുക? ജലത്തിൻ്റെ രാസസമവാക്യം എങ്ങനെയാണ്? H2O. ഹൈഡ്രജൻ രണ്ടെണ്ണം ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അങ്ങനെ ജലം വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഓക്സിജൻ പുറന്തള്ളും. സസ്യങ്ങൾ എന്താണ് പുറന്തള്ളുന്നത്? ഓക്സിജൻ പുറന്തള്ളും. ഏത് ഘട്ടത്തിൽ? പ്രകാശഘട്ടത്തിൽ. ഹൈഡ്രജൻ സ്ട്രോമയിലെത്തിക്കുന്നു. എന്നിട്ട് ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാക്കും. ഊർജ്ജ തന്മാത്രയായിട്ടുള്ള ATP അവർ ഉണ്ടാക്കും. ഇനി ഇരുണ്ട ഘട്ടത്തിൽ എങ്ങനെയാണ് നോക്കുക? ഇരുണ്ട ഘട്ടത്തിൽ എന്താണ് നടക്കുന്നത്? സ്ട്രോമയിൽ വെച്ചാണ് ആര് നടക്കുക? ഇരുണ്ട ഘട്ടം നടക്കുക. അവിടെ എന്ത് വേണ്ട? പ്രകാശം വേണ്ട. ഈ ഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രജനും ATPയും പ്രകാശഘട്ടത്തിൽ നിന്നാണ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ കിട്ടിയ ATPയും ഹൈഡ്രജനും ഇരുണ്ട ഘട്ടത്തിൽ യൂസ് ചെയ്യും. എന്നിട്ട് ഈ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്നാണ് കിട്ടിയേ? നമ്മളുടെ ആ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രകാശഘട്ടത്തിൽ വേണ്ടത് ആരൊക്കെയാണ്? സൂര്യപ്രകാശവും ജലവും വേണം. എന്നിട്ട് നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആർക്കാണ് വേണ്ടത്?
നമ്മളെ ഇരുണ്ട ഘട്ടത്തിൽ വെച്ച് നടക്കുന്ന സ്ട്രോമയെ വെച്ച് നടക്കുന്ന ഇരുണ്ട ഘട്ടത്തിലാണ് നമുക്ക് വേണ്ടത് ആരെ? കാർബൺ ഡൈ ഓക്സൈഡിനെ. അങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് വന്നത്. നമുക്ക് ഇംഗ്ലീഷ് മീഡിയംകാരെ കൂടെ നോക്കാം. ലൈറ്റ് ഫേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേക്ക് പ്ലേസ് ഇൻ ഗ്രാന. ഡാർക്ക് ഫേസ് എവിടെയാണ്? ടേക്ക് പ്ലേസ് ഇൻ സ്ട്രോമ. ടേക്ക് പ്ലേസ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ആണ് ആര്? ലൈറ്റ് ഫേസിൽ. ലൈറ്റ് ഫേസിൽ എന്തായാലും നിർബന്ധമായിട്ടും ലൈറ്റ് വേണം. അപ്പോൾ ഡാർക്ക് ഫേസിലോ? നോട്ട് യൂസ്ഡ്. ദെൻ നമുക്ക് ലൈറ്റ് ഫേസിൽ നോക്കാം. വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, എക്സ്പീൽസ് ഓക്സിജൻ, ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ, ATP, ദ എനർജി മോളിക്യൂൾ ഈസ് ഫോംഡ്. ഡാർക്ക് ഫേസിൽ ഹൈഡ്രജൻ ആൻഡ് ATP required for the phase is obtained from light phase. Glucose is formed by combining hydrogen and carbon dioxide. നെക്സ്റ്റ്, ഗ്ലൂക്കോസിൽ നിന്ന് എങ്ങനെയാണ് വേരിയസ് ന്യൂട്രിയൻസ് വരിക എന്ന് നോക്കുക. ഗ്ലൂക്കോസിൽ നിന്ന് വിവിധ പോഷകങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നോക്കുക. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്തുണ്ടാകും? ഗ്ലൂക്കോസ് ഉണ്ടാവുമല്ലോ. അതായത് ഈ ഡാർക്ക് ഫേസിൽ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടിയല്ലോ. അതിൻ്റെ ആ ഗ്ലൂക്കോസ് പെട്ടെന്ന് ജലത്തിലേക്കും വെള്ളത്തിൽ പെട്ടെന്ന് ആരിലേക്കും? ഗ്ലൂക്കോസിലേക്കും. അപ്പോൾ അങ്ങനെ ലയിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അവരെന്ത് ചെയ്യും? സ്റ്റാർച്ച് പരുവത്തിൽ, അതായത് അന്നജ രൂപത്തിൽ അവർ സംഭരിച്ചിരിക്കും, സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ആ അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുക? അവർക്ക് ആവശ്യമായിട്ടുള്ള ഊർജം വലിച്ചെടുക്കുക. നമുക്ക് ഇനി നോക്കാം. നെല്ല്, കപ്പക്കിഴങ്ങ് ഇതൊക്കെ എങ്ങനെയാണ്? കൊള്ളിക്കിഴങ്ങൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക? സ്റ്റാർച്ച് രൂപത്തിൽ തന്നെയാണ് ആരെ സ്റ്റോർ ചെയ്യുക? ഈ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യുക. ഇനി ഈ സ്റ്റാർച്ചിന് തന്നെ കരിമ്പ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? സൂക്രോസ് ആക്കി മാറ്റും. അപ്പം മധുരം കിട്ടാനായിട്ട് എന്ത് ചെയ്യും? സൂക്രോസ് ആക്കി മാറ്റും. ആരെ? ആദ്യം തന്നെ ഉണ്ടായിരുന്ന ഗ്ലൂക്കോസിനെ മാറ്റി സ്റ്റാർച്ചാക്കി, സ്റ്റാർച്ചിനെ സൂക്രോസ് ആക്കി മാറ്റും. ആര്? കരിമ്പ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരൊക്കെ കേട്ടോ. ഇനി നെക്സ്റ്റ് ഉള്ളത് ഫ്രക്ടോസ് ആക്കി മാറ്റുന്ന ആൾക്കാരാണ്. ഫ്രൂട്ട്സ് എങ്ങനെയാക്കി മാറ്റും? ഫ്രക്ടോസ് ആക്കി മാറ്റും. അതേപോലെ ഈ നാളികേരവും സൂര്യകാന്തി പൂക്കളൊക്കെ ഇല്ലേ, അതിൻ്റെ സൂര്യകാന്തിയുടെ വിത്തിൽ ആരുണ്ട്? ഫാറ്റ്സ് ഉണ്ട്. സൂര്യകാന്തി എണ്ണ, അതായത് സൺഫ്ലവർ ഓയിൽ, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണ്? നമ്മളുടെ അന്നജത്തെ ഏത് രൂപത്തിലേക്കാക്കും? ഫാറ്റ് രൂപത്തിലേക്കാക്കും. അതേപോലെ തന്നെ ഈ പ്രോട്ടീൻ രൂപത്തിലേക്ക് അന്നജത്തെ മാറ്റും. സ്റ്റാർച്ചിനെ, അന്നജത്തെ പ്രോട്ടീൻ രൂപത്തിലേക്ക് മാറ്റുന്ന ആൾക്കാരാണ് ആര്? ധാന്യവർഗ്ഗങ്ങൾ എങ്ങനെയാണ്? പ്രോട്ടീൻ രൂപത്തിലേക്ക് മാറ്റും. വൈറ്റമിൻ രൂപത്തിലേക്ക് ആക്കുന്ന ആൾക്കാരാണ് ആര്? വെജിറ്റബിൾസ്. ആദ്യം ഫോട്ടോസിന്തസിസ് നടക്കും, പിന്നെ ഗ്ലൂക്കോസ് ആവും. അത് കഴിഞ്ഞിട്ട് സ്റ്റാർച്ചായി അവർ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതിനെ സൂക്രോസ് ആക്കിയിട്ട് മധുരമുള്ളതാക്കി മാറ്റും. അത് കഴിഞ്ഞ് ഫ്രക്ടോസ് ആവും, പിന്നെ ഫാറ്റ്സ് ആവും, പ്രോട്ടീൻസ് ആവും, വിറ്റമിൻസ് ആവും. അങ്ങനെ കേട്ടാ. ഇനി ടോപ്പിക്കാണ് കണ്ടൽക്കാട്. കണ്ടൽക്കാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാംഗ്രോവ്സ്. എന്തുകൊണ്ടാണ് പ്രകൃതിയുടെ വരദാനാണ് കണ്ടൽക്കാടിൽ നിന്ന് പറയാനായിട്ട് കാരണം? മാംഗ്രോവ്സ് എന്തുകൊണ്ടാണ് നേച്ചറിൻ്റെ ഗിഫ്റ്റാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മത്സ്യസമ്പത്തിൻ്റെ ഉറവിടമാണ്. എന്താണ്? എ സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത്. പിന്നെ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ് ഇവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, കൺസർവേഷൻ ഓഫ് കോസ്റ്റൽ സോയിൽ എന്നാണ്. ഇവർ തീരപ്രദേശത്തെ മണ്ണിനെ സംരക്ഷിക്കും. നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ചിട്ട് ഇവരെന്ത് ചെയ്യും? 4-5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ വലിച്ചെടുത്തിട്ട് ആഗോളതാപനത്തെ പ്രതിരോധിക്കും. എന്താണ് അവർ ചെയ്യുക? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ നമ്മളുടെ ആഗോളതാപനം കൂടുന്നതിനോടല്ലേ നമുക്കിവിടെ നല്ലോണം ചൂടൊക്കെ എടുക്കണത്. അപ്പം ഇവർ ഇങ്ങനെ കുറേ 4-5 ഇരട്ടിയോളം കാർബൺ ഡൈ ഓക്സൈഡിന് ഇവർ വലിച്ചെടുക്കുന്നതോടുകൂടി ആഗോളതാപനത്തിന് എതിരായിട്ടുള്ള ഒരു പ്രതിരോധമാണ് ആര്? കണ്ടൽക്കാടുകൾ. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത, അടുത്തൊരു നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രത്യേകതയാണ് അവരെന്ത്? സുനാമിനെ തടയും. എന്താണ്? പ്രിവെൻഷൻ ഓഫ് സുനാമി. നമ്മൾ നേരത്തെ പോയിന്റ് പറഞ്ഞില്ല, ഡിഫെൻസ് എഗെയിൻസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് ബൈ അബ്സോർപ്ഷൻ 4 to 5 times മോർ കാർബൺ ഡൈ ഓക്സൈഡ് കമ്പയർഡ് ടു എവർഗ്രീൻ ഫോറസ്റ്റ്. ആരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ 4-5 മടങ്ങ് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും.
താങ്ക് യു ഡിയേഴ്സ്. പ്ലീസ് ലാപ്സ്. ചാനൽ ഇഷ്ടപ്പെട്ടത്, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. കമൻറ്റ് ബിലോ.